പത്തനംതിട്ട അടൂരിൽ അനുജന്റെ മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്ത സഹോദരനെ കൂട്ടുകാർ മർദ്ദിച്ചു. തടയാൻ ശ്രമിച്ച പിതൃ സഹോദരന്റെ തലയ്ക്ക് ഷോക്ക് അബ്സോർബർ കൊണ്ടടിച്ചു. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സി കെ അഭിലാൽ വിവരങ്ങൾ വേണ്ട. അഭിലാൽ, ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കൗമാരക്കാരുടെ കലാപങ്ങളെക്കുറിച്ചാണ്, ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ്, കൊലപാതകത്തെക്കുറിച്ചാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? അനിയന്റെ മോശം വഴിയെ ഒന്ന് തിരിച്ചു നന്നാക്കാനുള്ള സാഹചര്യം പോലും ഒരു ചേട്ടന് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അടൂർ മണ്ണടി രാജേഷ് ഭവനിൽ സുനീഷ് എന്ന 40-കാരനും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ അജിത്തിനുമാണ് മർദ്ദനമേറ്റത്. മാർച്ച് 1-ാം തീയതി രാത്രി അവരുടെ വീടിന് സമീപം വെച്ചാണ് 5-അംഗ സംഘം, അതായത് പ്രായപൂർത്തി ആകാത്തവർ അടക്കം 5-അംഗ സംഘം ചേർന്ന് ഇരുവരെയും മർദ്ദിച്ചത്. അജിത്തിന്റെ സഹോദരൻ അഖിലിന്റെ മോശം കൂട്ടുകെട്ട് അജിത്ത് ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായ അഖിൽ സുഹൃത്തുക്കളെ ഒപ്പം ചേർത്തുകൊണ്ട് വീട്ടിൽ വന്ന് ആദ്യം സഹോദരനെയാണ് മർദ്ദിച്ചത്. ഇത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയതാണ് പിതൃ സഹോദരനായ സുനീഷ് എന്ന 40-കാരൻ. ആദ്യം അജിത്തിനെ അടിച്ച സംഘം പിന്നീട് സുനീഷിന് നേരെ തിരികുകയാണ്. ഇതിൽ അഭിജിത്ത്, അഭിഷേക്, അഖിൽ എന്നിങ്ങനെ 4 പേരാണുള്ളത്. മറ്റൊരാളുടെ പേര് കൂടി പോലീസിലും നമുക്കിനി ലഭ്യമാകാനുണ്ട്. ആദ്യഘട്ടത്തിൽ അജിത്തിനെ അടിച്ച സംഘം പിന്നീട് സനീഷിനെ അടിക്കുകയാണ് ഉണ്ടായത്. അതിൽ അഭിഷേക് എന്ന ആൾ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർബർ കൊണ്ട് സുനീഷിൻ്റെ തലയ്ക്ക് അടിക്കുകയും അയാളുടെ തല പൊട്ടുകയും 8 കുത്തിക്കെട്ടുകൾ വേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഏനാത്ത് പോലീസിൻ്റെ അന്വേഷണത്തിൽ 5 പ്രതികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. എന്തായാലും വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിന് അടിയേറ്റവർ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. കാരണം പ്രതിപട്ടികയിലുള്ളതിൽ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഉള്ളത് എന്നത് തന്നെയാണ് പ്രധാന കാരണമായി പറയുന്നത്. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.